അപ്പം നമ്മൾ നമ്മുടെ ഡൽഹിയിലെ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് പെർമിഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇവിടെ ടിക്കറ്റൊക്കെ വെച്ചിട്ട് ആളെ കയറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മൺഡേ ലീവാന്നൊക്കെ എന്നോട് പറഞ്ഞു കൂടെ വന്ന ആൾ. പക്ഷേ അങ്ങനെയൊന്നുമല്ല സംഭവം എന്ന് മനസ്സിലായപ്പോൾ ഒരു സന്തോഷം കൂടെ വന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെയാണ് പ്രവേശിക്കുക. ഇറ്റ്സ് എ വേ ടു എൻട്രി. ഫസ്റ്റ് തന്നെ നമ്മുടെ സംഭവമൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട, ഓക്കെ. അല്ലേ, അടിപൊളി ഗേറ്റൊക്കെ ഉണ്ടോ? അങ്ങനെ നമ്മൾ പതിയെ ചുവടുകൾ വെച്ച് നമ്മുടെ ചെങ്കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വലത് സൈഡിൽ ഒരു സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. മനോഹരമാണ്, അതിമനോഹരമാണ്. അങ്ങനെ നമ്മൾ ചെങ്കോട്ടയിലേക്ക് ഷോട്ട് വയ്ക്കാൻ തുടങ്ങുന്നു. ഉള്ളിലേക്ക് ഇതെങ്ങനെ അങ്ങോട്ട് വയ്ക്കും. ഇതാണ് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. നൈസല്ലേ നോക്കി. ശക്തമായ തീരുമാനങ്ങൾ എടുത്തിരുന്ന നമ്മുടെ ചെങ്കോട്ടയുടെ വാതിലുകളിലൂടെ നമ്മൾ അങ്ങനെ യാത്ര തുടങ്ങുന്നു. ചുറ്റും നിറയെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് ഇവിടുത്തെ നിർമ്മിതിയില്ലേ, അടിപൊളി. കൺസ്ട്രക്ഷനൊക്കെ ഒരു രക്ഷയില്ല. ഏത് സൈഡിലേക്ക് പോകണമെന്നുള്ളതാണ്. നമ്മളാദ്യം ഈ സൈഡിലേക്ക് പോകും. കോട്ട മൈതാനിയിലേക്ക്. നൈസ്. बैटरी कम कर दिया കണ്ടോ? ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഒരു ഫ്രെയിം ഇരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? सामने गाड़ी के आगे है. അടിപൊളി. നൈസ് ഫ്രെയിം കിട്ടിയില്ലേ? അടിപൊളിയല്ലേ?
പിന്നെയും നമ്മൾ നടക്കാൻ തുടങ്ങുന്നു. ചരിത്രം നിലനിൽക്കുന്ന മണ്ണിലൂടെ, നമ്മുടെ ചെങ്കോട്ടയിലൂടെ. Past is present is future is past. ഇത് past is present, present is future is past. അത് തന്നെ എഴുതി വെച്ചേക്കണം. എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഗ്ലെയർ അടിച്ചിട്ട്. മനസ്സിലായി, അടിപൊളി. അല്ല, അന്നത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയില്ലായിരുന്നു, അതുകൊണ്ടാണേ ഒന്നും തോന്നരുത്. ഒരു പഴയ ഒരു വേണ്ട രസമല്ലേ. ഇതിൻ്റെ ഉള്ളിലത്തെ ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് വഴി പോകും? നമ്മൾ റൈറ്റ് വഴി പോകും ഉള്ളിലേക്ക്. ADB മനോഹരമായ ഒരു ലോണ്. നല്ല രസമായി അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം ഇത് അന്ന് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവരുടെ ഭാവന എന്തായിരുന്നിരിക്കും അല്ലേ? ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നിരിക്കില്ലേ? രാജഗംഭീര, രാജമാർത്താണ്ഡ, രാജകുലോത്തുംഗ. കാര്യം എങ്ങനെയുണ്ട്? അപ്പോൾ അടിപൊളിയല്ലേ? നമ്മൾ ഇവിടെ കുറേ അധികം കാണാനുണ്ട്, കുറച്ചൊന്നുമല്ല, കുറേ അധികം കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി റെഡ് ഫോർട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റും. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. സ്കിപ്പ് ചെയ്ത് നിങ്ങളുടെ കൈയൊക്കെ വേദന എടുക്കും. അപ്പോൾ അത്രയധികം കാണാനുണ്ട്. അപ്പോൾ എല്ലാം കാണാം, എല്ലാ വഴികളിലൂടെയും നമുക്ക് സഞ്ചരിക്കാം. തൽക്കാലം ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും
അതായത് റെഡ് ഫോർട്ട് എപ്പിസോഡിലെ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം, അടുത്ത യാത്രയിലൂടെ കാണാം. ഓക്കെ, ബൈ.